ശബരിമല തീർത്ഥാടനത്തിന് കൂടുതൽ സ്ഥലങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ വേണമെന്ന ആവശ്യം. പന്തളം, ചെങ്ങന്നൂർ, നിലക്കൽ എന്നിവിടങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ക്രമീകരിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. പ്രധാന ഇടത്താവളമായ പന്തളത്ത് സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തത് തിരുവാഭരണ ദർശനം നടത്തിപ്പോകുന്ന ഭക്തരെ വലക്കും. ശബരിമല തീർത്ഥാടനത്തിൽ പ്രധാന ഇടത്താവളമാണ് പന്തളം വലിയകോയിക്കൽ ക്ഷേത്രം. അന്യസംസ്ഥാന ഭക്തർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഇവിടെ. ക്ഷേത്രത്തിൽ തൊഴുത് തിരുവാഭരണം ദർശിച്ച് സന്നിധാനത്തേക്ക് പോകാൻ യാത്രാക്രമം നടത്തിയെത്തുന്നവരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഇത്തവണ ഇവിടെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യമില്ലാത്തത്. ഈ സാഹചര്യത്തിൽ പന്തളം ക്ഷേത്ര ദർശനം തന്നെ അവരുടെ യാത്രാക്രമത്തിൽ നിന്നും ഒഴിവാക്കേണ്ടി വരുമെന്നാണ് ആക്ഷേപം. ഇവിടെ സ്പോട്ട് ബുക്കിംഗ് വേണമെന്ന് പന്തളം കൊട്ടാരവും ആവശ്യപ്പെട്ടിരുന്നു. പന്തളം കൂടാതെ ഭക്തർ കൂടുതലെത്തുന്ന ചെങ്ങന്നൂർ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കണമെന്നും ആവശ്യം. അന്യ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ഭക്തർ ആദ്യം ദർശനം നടത്തുന്നത് പന്തളത്ത് വലിയകോയിക്കൽ ക്ഷേത്രത്തിലും അതിനുശേഷം കൊട്ടാരത്തിലും അതുപോലെ തന്നെ തിരുവാഭരണമൊക്കെ കണ്ട ശേഷമാണ് അവർ ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ തീർത്ഥാടകർ വളരെയധികം എത്തുന്ന പന്തളത്ത് ഒരു സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് സർക്കാർ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ അഭിപ്രായം. പമ്പയിൽ ഒരു സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം സ്ഥാപിച്ചതോടൊപ്പം തന്നെ നിലയ്ക്കൽ വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നിലപാട്. പമ്പയ്ക്ക് മുൻപ് നിലയ്ക്കലും പന്തളത്തും സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തത് പമ്പയിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണമാകുമോ എന്നും ആശങ്കയുണ്ട്. സാങ്കേതിക തകരാർ കൊണ്ടോ മറ്റോ സ്പോട്ട് ബുക്കിംഗിൽ കാലതാമസം വന്നാൽ പമ്പയിൽ തിരക്ക് കൂടിയേക്കുമെന്നാണ് ഭക്തർ ഉയർത്തുന്ന ആശങ്ക. ജനം, പത്തനംതിട്ട.